ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. കൂട്ടുകാരെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് പേപ്പർ, അതിലെ പേപ്പർ 2. പേപ്പർ 2-ലെ അഡ്മിനിസ്ട്രേഷനിലെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഭാഗമാണെന്ന് കാണാൻ പോകുന്നത്. കൂട്ടുകാരെ, ലീഡർഷിപ്പ്. സോ ഹൂ ഇസ് എ ലീഡർ? ആരാണ് ഒരു ലീഡർ? വൺ ഹൂ ക്യാൻ എക്സസൈസ് ഇൻഫ്ലുവൻസ് ഓൺ അതേഴ്സ്. ഒരു വ്യക്തിയുടെ മേൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് അവകാശപ്പെടാം ആ വ്യക്തി ആരാണെന്ന്, ലീഡർ എന്ന്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ മേൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലീഡർ എന്ന് വിളിക്കാം. ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ കഴിവ് ഉപയോഗിച്ച്, എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ഉപയോഗിച്ച്, എൻ്റെ ഇന്റലക്ച്വൽ ഉപയോഗിച്ച്, എൻ്റെ അറിവ് ഉപയോഗിച്ച്, ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു കൂട്ടം വ്യക്തികളുടെ മേൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് എനിക്കാവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ലീഡർഷിപ്പ് എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് ഇൻവോൾവ്സ് സെക്യൂറിംഗ് വില്ലിംഗ് കോർപ്പറേഷൻ ഓഫ് സബോർഡിനേറ്റ്സ് വൈൽ ഇൻഫ്ലുവൻസിങ് ദിയർ ബിഹേവിയർ. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തൻ്റെ കൂടിയിരിക്കുന്ന വർക്കേഴ്സിന്റെ ബിഹേവിയറിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവരെ കൊണ്ട് തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കുന്ന ഒരു ആർട്ടിനെ നമുക്ക് വേണമെങ്കിൽ ലീഡർഷിപ്പ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ടു ഇൻഡ്യൂസ് subordinates to walk towards a common goal with confidence and zeal. അതായത് it is the ability of management to induce, പ്രേരിപ്പിക്കുക, എന്താ പറയാ, കാറ്റലിസ്റ്റ് ആയി, മീൻസ് പ്രേരിപ്പിക്കുക, അവനെ ആളിക്കത്തിക്കുക, അവന്റെ ഇല്ലാത്ത കോൺഫിഡൻസ് അവനിൽ ഉണ്ടാക്കിയെടുക്കുക, ഒരു പ്രേരണ നൽകുക, ഒരു തീ ഉണ്ടാക്കി കൊടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവനിലൂടെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഫോർ ഇൻഫ്ലുവൻസിങ് അതർ പീപ്പിൾ ടു വർക്ക് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. ലീഡർഷിപ്പ്. അപ്പോൾ ഒന്നാമത് നമ്മൾ കാര്യം പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എൻ്റെ കഴിവ്, എൻ്റെ ഇൻസ്റ്റിക്റ്റ്, എൻ്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, എൻ്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തി, അവനിൽ ഇൻഡ്യൂസ് ചെലുത്തി, അവന് പ്രേരണ ചെലുത്തി, അവന് മോട്ടിവേഷൻ ജനിപ്പിച്ച്, അവനൊരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കുന്ന ഒരു ആർട്ടിനെ വിളിക്കുന്ന പേരാണ് ലീഡർഷിപ്പ്. മാനേജർ ഷുഡ് ബി കോമ്പീറ്റന്റ് ലീഡേഴ്സ് ഹു ക്യാൻ ഇൻഫ്ലുവൻസ് ദെയർ സബോർഡിനേറ്റ്സ് ടു ഡു എ പർട്ടിക്കുലർ വർക്ക്. തീർച്ചയായിട്ടും ഒരു മാനേജർ ഒരു കോമ്പീറ്റന്റ് ലീഡർ ആയിരിക്കണം. അടുത്തത്, ടു ലീഡ് ഈസ് ടു ഗൈഡ്, ടു ഡയറക്ട്, ടു എൻകറേജ് ദ എഫേർട്സ് ഓഫ് ദ പീപ്പിൾ ടു എ കോമൺ ഒബ്ജക്റ്റീവ്. ഒരു ലീഡർ എന്ന നിലയിൽ ഞാൻ എൻ്റെ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യണം, അവനെ ഗൈഡ് ചെയ്യണം, അവനെ സൂപ്പർവൈസ് ചെയ്യണം, അവനെ വഴക്ക് പറയേണ്ടി വരും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ടു ഗൈഡ്, ടു ഡയറക്ട് ആൻഡ് ടു എൻകറേജ് ദി എഫേർട്സ് ഓഫ് ദ പീപ്പിൾ ടു എ കോമൺ ഒബ്ജക്റ്റീവ്. എ ലീഡർ ഈസ് വൺ ഹു ഇൻഫ്ലുവൻസസ് the behavior of others in an organized activity. Okay, leadership is the ability to induce subordinates to work with confidence. Okay, an effective leader achieves maximum cooperation from the group members. അടുത്തത്, ലീഡർഷിപ്പ് thus involves എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് സബോർഡിനേറ്റ്സ്. രണ്ട്, യൂസ് ഓഫ് മൈ പേഴ്സണൽ ക്വാളിറ്റീസ് ഫോർ ദാറ്റ്. സ്റ്റിമുലേറ്റിംഗ് ദ പീപ്പിൾ ടു വർക്ക് വില്ലിംഗ്ലി. സ്റ്റിമുലേറ്റിംഗ് കീപ് ഓൺ, ആ എനർജി ലെവൽ താഴാതെ കൊണ്ടുപോകുന്ന ഒരു കാര്യം. അടുത്തത്, ഇത്രയും കാര്യങ്ങളാണ് ലീഡർഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന 3 ഘടകങ്ങൾ. ഇൻഫ്ലുവൻസിംഗ് ദ ബിഹേവിയർ ഓഫ് ദ സബോർഡിനേറ്റ്സ്, യൂസ് ഓഫ് പേഴ്സണൽ ക്വാളിറ്റീസ്, സ്റ്റിമുലേറ്റിംഗ് ദ പീപ്പിൾ ടു വർക്ക് വില്ലിംഗ്ലി. ചസ്റ്റർ ബെർണാർഡ് പറഞ്ഞിരിക്കുന്നത്, ലീഡർഷിപ്പ് ഇസ് ദ ക്വാളിറ്റി of the behavior of individuals whereby they guide the people or their activities എന്നാണ് ചെസ്റ്റർ ബെർണാർഡ്. ആ ഡെഫിനിഷൻ ഒന്നും കൂടെ വായിക്കാം. ലീഡർഷിപ്പ് ഇസ് ദ ക്വാളിറ്റി ഓഫ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് whereby they guide the people or their activities. നോക്കാം, കൂൺസ് ആൻഡ് ഒഡോണൽ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മാനേജർ ടു ഇൻഡ്യൂസ് സബോർഡിനേറ്റ്സ് ടു വർക്ക് with confidence and zeal. കൂട്ടുകാരെ, ഉള്ളിലൊരു തീ ജനിപ്പിക്കാനുള്ള മാനേജറിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ലീഡർഷിപ്പ് എന്നാണ് കൂൺസ് ആൻഡ് ഒഡോണൽ പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ലീഡർഷിപ്പിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ആൻഡ് ആക്ഷൻസ് ഓഫ് അതേഴ്സ്. ഇറ്റ് ഈസ് ലീഡർഷിപ്പിന്റെ മറ്റൊരു സ്വഭാവ സവിശേഷത എക്സിസ്റ്റൻസ് ഓഫ് ഫോളോവേഴ്സ് തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്ക് ലീഡർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ആജ്ഞകൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്, നിറവേറാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട്.
ഉണ്ടായിരിക്കണം. എങ്കിലേ ലീഡർഷിപ്പ് ആകുകയുള്ളൂ. എക്സിസ്റ്റൻസ് ഓഫ് ഫോളോവേഴ്സ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓൺലി വെൻ there are followers. Without followers, leadership cannot be imagined. അടുത്തത് സ്റ്റിമുലേറ്റീവ് ഫംഗ്ഷൻ ആണ് കൂട്ടുകാരെ. It's keep on your inducing confidence in others. Keep on your ഒരു തീ അവനിൽ ജനിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. ലീഡർഷിപ്പ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ടു വർക്ക് വില്ലിംഗ്ലി. ലീഡേഴ്സ് ആർ സക്സസ്ഫുൾ when the followers work for the general interest, ignoring the individual interest. ഒരു വ്യക്തിയുടെ സ്വകാര്യ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട്, അവന്റെ വ്യക്തിഗത താല്പര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ടീമിന് വേണ്ടി, ഒരു സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന, കത്തിപ്പിക്കുന്ന മാനേജറുടെ ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ്. ഇറ്റ് ഇസ് എ കോമൺ ഇൻട്രസ്റ്റ്. തീർച്ചയായിട്ടും മറ്റൊരു സവിശേഷതയാണ്, both the leader and the followers must have an interest in the work they execute. They must be common interest between the leader and his followers. തീർച്ചയായിട്ടും കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിരിക്കണം. ഔട്ട് ഓഫ് ദി ബോക്സ് സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നീ വിളിക്കുന്ന പേരാണ് കുഞ്ഞേ ലീഡർ എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ഈസ് ഓൾവേസ് എ ക്രിയേറ്റീവ് ഫംഗ്ഷൻ ഇൻ ദ സെൻസ് ദാറ്റ് ലീഡർ ഗെറ്റ്സ് ദ വർക്ക് ഡൺ ബൈ ദ ഫോളോവേഴ്സ്. ഇതുവരെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി, അതുപോലെ മറ്റുള്ള വ്യക്തികളെ ചെയ്തെടുപ്പിക്കുന്ന അവനെ അല്ല യഥാർത്ഥ ലീഡർ എന്ന് വിളിക്കുന്നത്. ഇതുവരെ ചെയ്തതെന്തോ അത് ചെയ്യണം തീർച്ചയായിട്ടും, പക്ഷേ ഇനിയും ചെയ്യാത്തതെന്തോ ബാക്കിയില്ലേ അല്ലേ? അത് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ ഒരു സെറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നവനെ അല്ല നമ്മളൊരു യഥാർത്ഥ ലീഡർ എന്ന് വിളിക്കുന്നത് അല്ലേ? ഇതുവരെ കാണാത്തൊരു കാര്യം പുതുതായി കൊണ്ടുവന്ന് അവതരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുന്നവനെയാണ് നിങ്ങൾ ഒരു പുതിയ നേതാവ് എന്ന് വിളിക്കുന്നത്. ഹി മസ്റ്റ് ബി ക്രിയേറ്റീവ്, ഇന്റർപേഴ്സണൽ. എ ഗുഡ് ലീഡർ must have interpersonal relationship between his followers. കൂട്ടുകാരെ, വ്യക്തിബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നവനായിരിക്കണം ഒരു ലീഡർ. A person's leadership quality exists only in relation to other people and not to anything and materials. കൂട്ടുകാരെ, അപ്പൊ ഇത് മെറ്റീരിയൽ അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റണം എങ്കിൽ മാത്രമേ അവന്റെ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുകയുള്ളൂ. ക്ലിയർ ആണ്? സോ ഇറ്റ് ഈസ് ഇന്റർപേഴ്സണൽ. അപ്പോ ഇമ്പോർട്ടൻസ് പറയുന്നതിന് മുമ്പ് സ്വഭാവ സവിശേഷത എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഒന്നാമത്തേത് നമ്മൾ കണ്ടത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ്. രണ്ട്, ദർ ഷുഡ് ബി എക്സിസ്റ്റൻസ് ഓഫ് ഫോളോവേഴ്സ്. മൂന്നാമത്തേത് ഇറ്റ് ഈസ് എ സ്റ്റിമുലേറ്റീവ് ഫംഗ്ഷൻ. നാലാമത്തേത് കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അഞ്ചാമത്തേത് ക്രിയേറ്റീവ് ആയിരിക്കണം. ആറാമത്തേത് ഇന്റർപേഴ്സണൽ ആയിരിക്കണം. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ദ ഫോളോയിങ് പോയിന്റ്സ്. എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് സെക്യൂർ കോർപ്പറേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ് ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സെക്യൂറിംഗ് കോർപ്പറേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. An effective leader can secure cooperation from the workers in the fulfillment of objectives by influencing their behavior, by motivating them, by inducing confidence in them. Leaders persuade the employees to work enthusiastically and with confidence. A leader initiates action. വാടാ നേതാവല്ല കൂട്ടുകാരെ, പോടാ നേതാവല്ല. നീ പോടാ, ബാക്കി ഞാൻ നീ പിന്നാലെ വന്നോളാം എന്ന് പറയുന്നതല്ല. വാ, ഞാനുണ്ട് ഫ്രണ്ടിൽ, ഇതുപോലെ ചെയ്, വാ. ഇതാണ് നേതാവ്, ലീഡർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പാടാ, ഞാൻ കാണിച്ചിട്ട് നീ പോ, വാ. വാടാ നേതാവ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പോടാ നേതാവല്ല, വാടാ നേതാവ്. അടുത്തത് ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ. കൂട്ടുകാരെ, അപ്പോൾ ലീഡർഷിപ്പിന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ലീഡർ ഗൈഡ്സ്, ഡയറക്ട്സ് ആൻഡ് മോട്ടിവേറ്റ്സ് ദ പീപ്പിൾ വർക്കിംഗ് അണ്ടർ ഹിം ഫോർ ഫുൾഫില്ലിംഗ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അടുത്തത് ലീഡർഷിപ്പ് ക്രിയേറ്റ്സ് ആൻ അർജ്, ഒരു ത്വര among people to work hard and achieving higher standards of performance. തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് ലീഡർഷിപ്പിന് പറ്റും, ഗുഡ് ലീഡറിന് പറ്റും. എ ഗുഡ് ലീഡർ ഈസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ ദി എംപ്ലോയീസ്. കൂടാതെ ലീഡറിന്റെ എനർജി ലെവല് ഹൈ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കോ വർക്കേഴ്സിന്റെ, സബോർഡിനേറ്റ്സിന്റെ എനർജി ലെവലും എന്തായിരിക്കും? വളരെയധികം ഹൈ ആയിരിക്കും. സോ ഹി ഈസ് എ റോൾ മോഡൽ, എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ടു ദി എംപ്ലോയീസ്. അടുത്തത് ക്രിയേറ്റിംഗ് കോൺഫിഡൻസ്. എ ലീഡർ ക്രിയേറ്റ്സ് കോൺഫിഡൻസ് ഇൻ ദി സബോർഡിനേറ്റ്സ് which will encourage them to work harder. He convinces each subordinate that the successful operation of the firm is of great importance. Clear
ആണെന്ന് വിശ്വസിക്കുന്നു. The leader creates confidence among his followers because of his insight, understanding and the ability to handle situations. ഒരു വ്യക്തി എന്താണെന്ന് അവനെ പഠിച്ചിട്ട് അതെങ്ങനെ പഠിക്കും? ഇന്റർപേഴ്സണൽ റിലേഷൻസ് സ്ഥാപിച്ചതിലൂടെ. അവന്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അവന്റെ നേട്ടം എന്താണ്, അവന്റെ കോട്ടം എന്താണെന്ന് മനസ്സിലാക്കി അവനിൽ ഇല്ലാത്തൊരു കാര്യം എന്താ പറയാ, അവനെ ഒരു ലീഡർ നോക്കുന്നത് ഇന്ന് എന്താണ് എന്നുള്ളതല്ല, അവനെ നാളെ എന്താക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ലീഡർ നോക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നീ ഇന്ന് എന്താണ് എന്നുള്ളതല്ല ലീഡർ നോക്കുന്നത്, നാളെ നിന്നെ എന്താക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ലീഡർ നോക്കുന്നത്. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദ ലീഡർ ക്രിയേറ്റ്സ് കോൺഫിഡൻസ് among his followers because of his insight, understanding and ability to handle situations. He also provides psychological support to his followers. ഒരു വാടാ സാധനമില്ലേ കൂട്ടുകാരെ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു വാടാ നേതാവാണ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, പോടാ നേതാവല്ല, വാടാ നേതാവ്, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. കൂടാതെ വാടാ നേതാവിനെ സംബന്ധിച്ച് വാടാ നേതാവ് എപ്പോഴും കർമ്മനിരതനാണ്. നേതാവ് കർമ്മനിരതനാണെങ്കിൽ ജോലിക്കാരെയും കർമ്മനിരതരായേ പറ്റൂ. സോ എഫിഷ്യൻസി ഓഫ് പെർഫോമൻസ് ഇൻ an organization depends upon the motivation, the confidence and the cooperation of employees. ഇങ്ങനെ ഒരു ലീഡർഷിപ്പ് എക്സസൈസ് ചെയ്യുന്ന ഒരു മാനേജർ ഉള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും അതിന്റെ മുറയിൽ കൂടുതലായിരിക്കും. ആ വർക്ക് എൻവറോൺമെന്റ് വളരെയധികം പോസിറ്റീവ് ആയിരിക്കും. അത് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് സഹായമാകും. Through effective leadership, all these elements are provided to the employees and they in turn contribute to their maximum effort towards the achievement of organizational goals. A good leader builds employees' morale, which in turn ensures high productivity and stability in the organization. കൂടാതെ ഒരു സ്ഥാപനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ വിഷൻ, അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ, അദ്ദേഹത്തിന്റെ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്, ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് വേഗം സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുന്നു, വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കുന്നു, സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു, ഒരു പോസിറ്റീവ് വർക്ക് എൻവറോൺമെന്റ്, ഒരു പോസിറ്റീവ് മൊറൈൽ, ഒരു ഹൈ മൊറൈൽ അവിടെ സ്ഥാപിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു സാധിക്കുന്നു. അടുത്തത് ഇംപ്രൂവ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. കൂട്ടുകാരെ, ഇങ്ങനെ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഓരോ വർക്കറുമായി സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു ലീഡറിനെ സംബന്ധിച്ച് ആ ജോലിക്കാരന് എന്താണ് തോന്നുന്നത്? ഞാൻ എന്താ പറയാ, എൻ്റെ മുതലാളിക്ക് വേണ്ടി മാട് പോലെ ജോലി ചെയ്തു എന്നല്ല, എൻ്റെ മുതലാളിയോടൊപ്പം ഞാൻ എന്ത് ചെയ്തു, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്തു എന്നുള്ളതാണ്. അല്ലെ, എൻ്റെ മുതലാളിയെ പോലെ ഞാൻ മാട് കണക്ക് പണിയതു എന്നല്ല, എൻ്റെ മുതലാളിക്കൊപ്പം ഞാൻ എന്ത് ചെയ്തു, ജോലി ചെയ്തു. സോ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൂടെ ഇവിടെ കിട്ടാൻ സാധ്യത ഒരല്പം കൂടുതലാണ്. നന്നായിട്ട് ലീഡർഷിപ്പ് എക്സസൈസ് ചെയ്യുന്ന ഒരു മാനേജർ, അധികാരിയായിരിക്കുന്ന ഒരു ജോലി സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ലീഡർഷിപ്പ് എൻഷുർസ് ദാറ്റ് മാനേജേഴ്സ് must adopt behavioral patterns which are acceptable to subordinates. Job satisfaction of employees depends on the behavior of managers towards the subordinates, and effective leadership guides them, supports them and encourages them to take initiatives. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവൻ എന്താണെന്നല്ല, നാളെ അവൻ എന്താക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അവന്റെ കഴിവുകളെ, കുറവുകളെ കണ്ടിട്ട് മാനേജർ ഒരു കാര്യം അവനെ ഏൽപ്പിച്ചിട്ട് അവനെ കൊണ്ട് ഇത് ചെയ്തെടുപ്പിക്കുന്നതിലൂടെ അവന്റെ കോൺഫിഡൻസ് എന്താണ്, കൂട്ടുകയാണ്. സോ ഐ ഡു ദാറ്റ് സർ, ഐ ഡു ദാറ്റ് ബിക്കോസ് ഓഫ് യു. സോ അത് ഞാൻ ചെയ്തു എന്നെക്കുറിച്ച് എനിക്കുള്ളൊരു മതിപ്പ് കൂടുന്നതിന് ഒരു നല്ല ലീഡർഷിപ്പ് ഉള്ള ഒരു സ്ഥാപനത്തിൽ തൊഴിലാളിക്ക് അങ്ങനെ തോന്നാനുള്ള കാരണങ്ങൾ എന്ത് ചെയ്യും, കൂടുതലായിരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കോർഡിനേഷൻ. കൂടാതെ a successful leader can coordinate the acts of his workers. He know who is doing what. അയാൾക്കറിയാൻ പറ്റും ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. He directs when, where and what each worker has to do. Then maintaining discipline. കൂട്ടുകാരെ, ഓരോ വ്യക്തിയുടെയും കുറവുകളും കഴിവുകളും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു ഗുഡ് ലീഡർ തീർച്ചയായിട്ടും എവിടെ എന്ത് പറഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാകുമെന്ന് അയാൾക്ക് കൃത്യമായി ബോധ്യമുണ്ടാകും. സോ he can maintain discipline in his organization. An effective leader maintains discipline in the organization. Discipline is observing rules and regulations that are necessary to the attainment of an objective. Clear ആണെന്ന് വിശ്വസിക്കുന്നു. Representing the enterprise. See, a good leader means I'm standing on behalf of my organization, I'm standing on behalf of my workers,
ഓക്കെ, അത് ഐ ആം ഓണപ്പിങ്. ഈ ഓണപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലേ, ഇത് ഒരു വലിയ സാധനമാണ്. അങ്ങനെ ഇപ്പം ഒരു വർക്കറിന് തോന്നുകയാണ് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇയാൾ സാറ് കാണും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ചില്ലറക്കാര്യമല്ല. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്കർ ചാവും. ആർക്ക് വേണ്ടി? ഈ ലീഡറിന് വേണ്ടി, ഈ മാനേജറിന് വേണ്ടി. എ ഗുഡ് ലീഡർ ഓൾവേസ് റിപ്രസെന്റ്സ് ദി എന്റർപ്രൈസ്. ലീഡർഷിപ്പ് ക്വാളിറ്റി enables him to act as a spokesman of the group and of the firm to which he belongs. Clear ആണെന്ന് വിശ്വസിക്കുന്നു. So exercising influence is the essence of leadership. മറ്റൊരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുക എന്ന് പറയുന്നത് ലീഡർഷിപ്പിന്റെ എസൻസ് ആണ്, അടിസ്ഥാനമാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. The influence may be exercised in a number of ways like friendliness, bargaining, assertiveness, coalition, reasoning, etc. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇവിടെ പറഞ്ഞത് എന്താണ്? എക്സസൈസിങ് ഇൻഫ്ലുവൻസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്നത്? ഫ്രണ്ട്ലി മെത്തേഡ്സ്, ബാർഗെയിനിങ്, നീ ഇത് ചെയ്ത് അത് ഞാൻ തരാടാ. ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാടാ. അസർട്ടീവ്നെസ്, നീ ഇത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നിനക്ക് ഈ പ്രശ്നം ഉണ്ടാവും. കോയലിഷൻ, സഹകരണത്തോടെ, റീസണിങ് മെന്റാലിറ്റിയോട് കൂടി എന്ത് ചെയ്യാം, അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കാവുന്ന ഒന്നാണ്. അടുത്തത് ലീഡർഷിപ്പ് ഫംഗ്ഷൻസിലേക്ക് നമ്മൾ പോകുന്നു. സോ നമ്മളിപ്പോൾ കണ്ടത് എന്തായിരുന്നു? ലീഡർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ലീഡർഷിപ്പിന്റെ ഇമ്പോർട്ടൻസിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഒന്നാമതായി നമ്മൾ കണ്ടത് കൂട്ടുകാരെ, ഈ പറയുന്നത് പോലെ സെക്യൂറിങ് കോപ്പറേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടത് ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ആണ്. മൂന്നാമത് നമ്മൾ കണ്ടത് ക്രിയേറ്റിംഗ് കോൺഫിഡൻസ് ആണ്. നാലാമത്തേത് നമ്മൾ കണ്ടത് ഇംപ്രൂവിംഗ് പ്രൊഡക്ടിവിറ്റി ആണ്. അഞ്ചാമത്തേത് നമ്മൾ കണ്ടത് ഇംപ്രൂവിംഗ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ആറാമത് കോർഡിനേഷൻ ആണ്. ഏഴാമത് മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ആണ്. എട്ടാമത് റിപ്രസെന്റിംഗ് ദ എന്റർപ്രൈസ് ആണ്. ഒൻപതാമത്തേത് നമ്മൾ കണ്ടത് എക്സസൈസ് ഓഫ് ഇൻഫ്ലുവൻസ് ഈസ് ദി എസൻസ് ഓഫ് ലീഡർഷിപ്പ് ആണ് കണ്ടത്. അടുത്തൊരു കൂട്ടുകാരെ, അത് എങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റും എന്ന് ത്രൂ ബാർഗനിങ്, ത്രൂ ഫ്രണ്ട്ലിനെസ്, ത്രൂ കോalition, ത്രൂ അസർട്ടീവ്നെസ്. അടുത്തത് ലീഡർഷിപ്പ് ഫംഗ്ഷൻസ് ആണ് കൂട്ടുകാരെ. ഒന്നാമത്തെ ലീഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് he should fix goal. Means fixation of goals is a function of leadership. A leader is expected to perform creative function of laying out goals and policies. He should influence the subordinates to attain these objectives with willingness and confidence. A good leader, see, അവൻ എന്തിനാണ് അവന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി മറ്റൊരു സബോർഡിനേറ്റിൽ എക്സസൈസ് ചെയ്യുന്നത്? അവനെ കൊണ്ട്, അല്ലെങ്കിൽ ആ സബോർഡിനേറ്റ് കൊണ്ടിന്, അല്ലെങ്കിൽ ആ വർക്കറിനെ കൊണ്ട് തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി, തന്റെ സ്ഥാപനത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി. അപ്പോൾ എന്താണ് വേണ്ടത്? എന്റെ സ്ഥാപനത്തിന് എന്താണ് വേണ്ടത് എന്നുള്ളത് he should fix that first. So fixation of goals is the prime function of leadership. Clear ആണെന്ന് വിശ്വസിക്കുന്നു. And the next function is organization of activities. A good leader decides organizational activities among the employees in a systematic manner. By fixing authority, responsibility, relationship among the personnel, chances of conflict is reduced. കൂട്ടുകാരെ, എന്താണ് ഗോള് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഈ ഗോള് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങളും ആരെ ഏൽപ്പിക്കണം, ആരെ ചെയ്യണം, ഈ തുടങ്ങിയ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. സോ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു കാര്യം ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നിശ്ചയമായ ഒരു അതോറിറ്റി ആ വ്യക്തിക്ക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു കാര്യം അവനെ ഏൽപ്പിക്കുന്നതിലൂടെ അവനൊരു റെസ്പോൺസിബിലിറ്റി കൈമാറുകയാണ് ചെയ്യുന്നത്. സോ ലീഡർഷിപ്പിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസിങ് ഓഫ് ആക്ടിവിറ്റീസ് തന്നെയാണ്. അതായത് ഒരു ഗോള് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ആരെ ഏൽപ്പിക്കണം, എങ്ങനെ ഏൽപ്പിക്കണം, അവനെ കൊണ്ട് അത് എങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ. അടുത്തത് കോർഡിനേഷൻ ആണ് കൂട്ടുകാരെ. കോർഡിനേഷൻ വിവിധ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ലീഡർഷിപ്പിലൂടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ വ്യത്യസ്ത വർക്കേഴ്സിന്റെ അവരുടെ വർക്കിനെ കോർഡിനേറ്റ് ചെയ്ത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ദെൻ റിപ്രസെന്റിംഗ് ദ ഗ്രൂപ്പാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓണപ്പ് ചെയ്യുകയാണ് ലീഡർ എന്ന് പറയുന്നത്. ദെൻ മോട്ടിവേഷൻ ആണ്, തീർച്ചയായിട്ടും ലീഡർ തൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എക്സസൈസ് ചെയ്തുകൊണ്ട് കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്തുകൊണ്ട് ഒരു ത്വര വളർത്തിയെടുത്തുകൊണ്ട് അവനെ കൂടുതൽ വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ക്രിയേഷൻ ഓഫ് എംപ്ലോയി മൊറേൽ, കൂട്ടുകാരെ ഒരു പോസിറ്റീവ് വർക്ക് എൻവിറോൺമെന്റ് ഈ സ്ഥാപനത്തിൽ ക്രിയേറ്റ് ചെയ്യണത്. ലീഡർഷിപ്പ്
the leader shapes the thinking and attitudes of his group. He develops good human relations and facilitates interactions between the members of this group. കൂടാതെ അവിടെ ഒരു പോസിറ്റീവ് വർക്ക് എൻവറോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് അടിയും പിടിയും വഴക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനേജർ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അയാളെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും അതെല്ലാം അതൊന്നും അല്ല. ലൈക്ക് എന്താണ്, നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ഒരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു ഗോൾ ഉണ്ടത്, അത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ഒരുമിച്ച് പരിശ്രമിക്കുന്നു. ദർ ഇസ് ലെസ് സ്പേസ് ഫോർ വാട്ട്, ഈ പറയുന്ന റൂമേഴ്സ്, ദിസ് ലെസ് സ്പേസ് ഫോർ വാട്ട്, അടി ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കും നോ സ്പേസ് ഫോർ ദാറ്റ്. വി ആർ വർക്കിംഗ് ടുവേർഡ്സ് എ കോമൺ ഗോൾ. ഒരു പോസിറ്റീവ് വർക്ക് എൻവറോൺമെന്റ്, അതാണ് ഈ മൊറൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ്, ഒരു ചത്ത വീട് പോലെ, ശവം കിടക്കുന്ന ഒരു വീട് പോലെ കിടക്കുന്ന, അതൊരു നെഗറ്റീവ് എൻവറോൺമെന്റ് നമ്മൾ പറയൂലേ. എന്നാൽ വളരെയധികം ആക്റ്റീവായിരിക്കുന്ന, എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്ന, എല്ലാവരും ഒരു മാനേജർ ഒരു കാര്യം പറഞ്ഞാൽ, ലീഡർ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അതൊരു ഒരു സ്ഥലത്ത് നമ്മൾ എന്തെന്ന് പറയും, ഇപ്പോൾ വർക്ക് എൻവറോൺമെന്റ് വളരെയധികം പോസിറ്റീവ് ആണെന്ന് പറയും. എന്നാൽ ലീഡർ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ വല്ലതും പറയും. ഈ പറഞ്ഞ പോലെ ലീഡർ ഒരു കാര്യം പറയുന്നു, അയാളൊരു കാര്യം ചെയ്യിപ്പിച്ചിട്ട് അയാളൊരു കാര്യം ഏൽപ്പിച്ചിട്ട് വേറൊരു രീതിയിലേക്ക് മാറുന്ന സമയത്ത് ബാക്കി എല്ലാവരും കൂട്ടം കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നില്ല, തുടങ്ങിയതെല്ലാം നെഗറ്റീവ് വർക്ക് എൻവറോൺമെന്റിന്റെ ഭാഗമാണ്. സോ ക്രിയേഷൻ ഓഫ് എംപ്ലോയി മൊറൈൽ, പോസിറ്റീവ് വർക്ക് എൻവറോൺമെന്റ് മറ്റൊരു തലമാണ്. അടുത്തത് ഫെസിലിറ്റേറ്റിംഗ് ചേഞ്ച്. കൂട്ടുകാരെ, ഒരു ലീഡറിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഈ പറയുന്നത് പോലെ എന്തെന്ന് പറയുന്നത് നമ്മൾ കണ്ടത് ലീഡർഷിപ്പ് ഫങ്ഷൻസിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഫെസിലിറ്റേറ്റിംഗ് ചേഞ്ച് എന്ന് പറയുന്നത്. എന്താണ് ഫെസിലിറ്റേറ്റിംഗ് ചേഞ്ച് എന്ന് പറയുന്നത്? നിന്നെ നീ ഇന്ന് എന്താണോ എന്നുള്ള നാളെ നിന്നെ എന്താക്കി മാറ്റാൻ പറ്റും. നിന്നിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കി ആ പരിവർത്തനത്തെ എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഗുഡ് ലീഡർ നോക്കേണ്ടത്, മാനേജ്മെന്റിനെ സംബന്ധിച്ച് അല്ലേ. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിന്നിലൊരു പരിവർത്തനം ഉണ്ടാക്കി, നിന്നെ ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് നിന്നെ വേറെ ലെവലാക്കിയിട്ട് എന്ത് ചെയ്യണം, നിന്നെ കൊണ്ട് ഈ കാര്യം വേറെ ലെവലിൽ ചെയ്യിപ്പിച്ചെടുത്ത് ഞാൻ ലാഭം ഉണ്ടാകും. സോ അതാണ് ഈ ഫെസിലിറ്റേറ്റിംഗ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ത്രൂ ദ ലീഡർഷിപ്പ് ദ വർക്കേഴ്സ് ആർ കൺവിൻസ്ഡ് അറ്റ് ദ നീഡ് ഫോർ എ ചേഞ്ച്, അല്ലേ. അവരെ പുഷിങ് ദംസെൽവ്സ് എന്താണ് ടു ദി മാക്സിമം. അപ്പൊ എൻ്റെ പ്രൊഡക്ടിവിറ്റി ഞാൻ തിരിച്ചറിയാണ്, എൻ്റെ ലീഡർ എന്നിൽ സ്വാധീനം ചെലുത്തുന്നവരുടെ എനിക്കിതല്ല എൻ്റെ അപ്പുറം ചാടാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ചാടിക്കടന്നുകൊണ്ട് എൻ്റെ പ്രവർത്തനത്തിലൂടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് എഫക്റ്റീവായിട്ട് നേടിയെടുക്കുന്നു. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലീഡർഷിപ്പ് ഫങ്ഷൻസ് ആണ് നമ്മൾ അവസാനം കണ്ടത്. കൂടാതെ അതിൽ ഒന്നാമത്തെ ലീഡർഷിപ്പ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫിക്സേഷൻ ഓഫ് ഗോൾസ് ആണ്. 2 കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ഏൽപ്പിക്കുന്നു, ഓർഗനൈസിങ് ആക്ടിവിറ്റീസ് ആണ്. 3ാമത്തേത് കോർഡിനേഷൻ ആണ്. 4 റെപ്രസെന്റിംഗ് ദി ഗ്രൂപ്പ് ആണ്. 5 മോട്ടിവേഷൻ ആണ്. 6 ക്രിയേറ്റിംഗ് പോസിറ്റീവ് വർക്ക് എൻവറോൺമെന്റ് അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് എംപ്ലോയി മൊറൈലാണ്. 7 ഫെസിലിറ്റേറ്റിംഗ് ചേഞ്ച്, മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ലീഡർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, മറ്റൊരു ക്ലാസ്സുമായി, ലീഡർഷിപ്പിന്റെ തന്നെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.